ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ പല കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. അതായത് കുക്കിംഗ് വീഡിയോ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഫാമിലി വ്ളോഗ്, കുട്ടികളെ വെച്ച് ഉള്ള ഒരു ചെറിയ വീഡിയോസ്, അതും അല്ലെങ്കിൽ യൂട്യൂബ് ടിപ്സ്. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയത് മാനിഫെസ്റ്റേഷൻ വീഡിയോ, യൂണിവേഴ്സ് വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചേച്ചി ഒന്നെന്നെ ചെയ്യാതെ ഇങ്ങനെ മാറ്റി പിടിച്ച് വെറുതെ ഓരോ കുക്കിംഗ് വീഡിയോ അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. മാനിഫെസ്റ്റേഷൻ പഠിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ചേച്ചിൻ്റെ ഫോൺ ക്ലിയർ ഇല്ലല്ലോ, ക്യാമറ ഏത് ഫോണിൽ നിന്നാണ്, എന്താണ് ഈ ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കണം, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണുന്നില്ല അതുകൊണ്ട്. അപ്പം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനുള്ള എല്ലാവർക്കും റീപ്ലൈ ഞാനിങ്ങനെ കമൻറ്റിലിട്ട് എനിക്ക് മതിയായിട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അത് വായിച്ച് ആൻസർ പറഞ്ഞു തരാമെന്ന് വിചാരിച്ച ആദ്യത്തെ എൻ്റെ ക്വസ്റ്റ്യൻ QA വീഡിയോ ആണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക. പിന്നെ പല വീഡിയോസും നീട്ടി വലിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ വീഡിയോ കുറച്ചും കൂടി നീളാൻ സാധ്യത കൂടുതലാണ്. കാരണം അവർ ചോദിച്ചതിനുള്ള മറുപടി നമുക്ക് കൊടുക്കണ്ടേ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കട്ടോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ശരിക്കുള്ള പേര്, വീട് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ പേര് വന്നിട്ട് സന്ധ്യ എന്നാണ്. എൻ്റെ വീട് വന്നിട്ട് പാലക്കാട് ജില്ലയിൽ കൊടുവായൂരാണ് എൻ്റെ വീട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്യൂബ് വീഡിയോസ് അല്ലാതെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ വേറെ ഒരു ജോലിക്കും ഞാൻ പോകുന്നില്ല. ഞാൻ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ്, 2 വർഷമായി തുടങ്ങിയിട്ട്. വേറെ ജോലിക്കൊന്നും കുട്ടികളെ വെച്ച് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്കും ആൾ വേണം, അതുകൊണ്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. പിന്നെ വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത്, വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡ്, പിന്നെ അതേപോലെ 4 മക്കളുണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ. കുട്ടികളെ വലിയ മോൻ വന്നിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ചെറിയ കുട്ടികളാണ്. രണ്ടാമത്തെ മോൻ വന്നിട്ട് 4-ല്, മൂന്നാമത്തെ ആൾ വന്നിട്ട് 1ാം ക്ലാസ്, ചെറിയ പെൺകുട്ടി അംഗൻവാടിയിൽ പോകുന്നു. പിന്നെ എന്തിനാണ് അതാണ് ഞാൻ പറഞ്ഞത്. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കി, വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. വീട്ടുകാരുടെ സപ്പോർട്ട് പറഞ്ഞാൽ ഹസ്ബൻഡ് ചെയ്തോ എന്നൊക്കെ പറയും, സപ്പോർട്ടുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ വേറെ ഒന്നിനുമില്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് മാത്രം. അല്ലാതെ വേറെ ഉള്ളതിനൊന്നും സപ്പോർട്ടില്ല കേട്ടോ. പിന്നെ വന്നിട്ട് 4ാമത്തെ, എന്തിനാണ് എല്ലാത്തരം മിക്സ് വീഡിയോകളും ചെയ്യുന്നത്, ഒരു വിഷയം മാത്രം എന്താ ചെയ്യാത്തതെന്ന്. ഒരു വിഷയം മാത്രം ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് മുതൽ 2 വർഷം ആവുന്ന വീഡിയോ ചെയ്തിട്ട് ഒന്നിൽ തന്നെ നമ്മൾ പോകുമ്പോൾ വ്യൂസ് ഉണ്ടാവില്ല. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവർ, അതേ സപ്പോർട്ട് ചെയ്യുന്നവർ, അവർക്ക് ഏത് വീഡിയോ ഒന്നും ഇഷ്ടം നമുക്കറിയില്ല. അപ്പം നമ്മൾ ഓരോരോ കാറ്റഗറി മാറ്റി പിടിച്ചാൽ അവരുടെ ഇഷ്ടം നമുക്കറിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ നമ്മൾ കുക്കിംഗ് തന്നെ പോയിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ അതിൽ വ്യൂസും കിട്ടില്ല. എന്താ പറയുക, അവർക്ക് അതിനോട് കാണാനുള്ള താല്പര്യം ഉണ്ടോ എന്നറിയില്ല. അപ്പം നമ്മൾ മാറ്റി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഏതിലാണോ വ്യൂസ് കൂടുതൽ, അതേപോലെ അവർക്ക് ഏതാണോ ഇഷ്ടമെന്ന് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇടണം. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന രീതി കേട്ടോ. പിന്നെ 5ാമത്തെ, വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ആരാണ്, അല്ലെങ്കിൽ എന്താണ്. പ്രചോദനമൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, ജോലിക്ക് പോകാനും പറ്റില്ല. അപ്പം എന്തെങ്കിലും നമ്മളോട് ഒരു 10 രൂപ സഹായമായില്ലേ കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ, അങ്ങനെ എന്തെങ്കിലും. അല്ലാതെ പ്രചോദനം ചെയ്യുന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്കിങ്ങനെ തോന്നി, ഞാൻ ചെയ്തു, അത്ര തന്നെ. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളെ വെച്ച് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
നല്ല റിസ്ക് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ലൈവ് ചെയ്യാൻ പറ്റാത്തത്. അവരുണ്ടാവുമ്പോൾ ലൈവ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അവർ സ്കൂളിൽ പോയ ടൈമിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവരുണ്ടാകുമ്പോൾ ഒന്നിനും പറ്റില്ല. പിന്നെ 7ാമത്തെ, വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണ്? ഈ ഫോണിനെ കുറിച്ച് ഞാൻ നേരത്തെ 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഇത് നമ്മുടെ റെഡ്മിയാണ്. പിന്നെ ഞാൻ നേരത്തെ കണ്ടവർക്കറിയാം ഈ ഫോൺ ഏതാണ്. ആ ഫോൺ തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഫോണൊന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ക്യാമറ ക്ലിയർ ഇല്ലാത്തത്. ഫ്രണ്ട് ക്യാമറ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ബാക്ക് ക്യാമറ ക്ലിയർ ഇല്ല. പിന്നെ 8ാമത്തെ, വീഡിയോയിൽ നിന്നുള്ള ആദ്യത്തെ വരുമാനം കിട്ടിത്തുടങ്ങിയോ? 5000 സബ്സ്ക്രൈബർ കഴിഞ്ഞെന്നുള്ളൂ. വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല, പൈസ കിട്ടിയിട്ടില്ല യൂട്യൂബിൽ നിന്ന്. കാരണം 2 പ്രാവശ്യം എൻ്റെ മോണിറ്റേഷൻ കട്ടായിപ്പോയി. ഇത് 3ാമത്തെ തവണയാണ്. ഇതിലെന്താവോന്ന് എനിക്കറിയില്ല. ഇതിന് 5 പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. ഭയങ്കര ഒരു പ്രതീക്ഷയോടാണ് ഈ 3ാമത്തെ സ്റ്റേജ് ഇങ്ങനെ കടന്നു പോകുന്നത്. ഇനി എന്താവോന്ന് ദൈവത്തിനറിയാം. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ, വീഡിയോ ചെയ്യുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും കളിയാക്കാറുണ്ട്? അത് സ്വാഭാവികം. കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്. സോറി, വേണ്ടാന്ന് എനിക്ക് വേറെ പണിക്ക് വെക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ സ്വാഭാവികം. അത് കാര്യമാക്കി എടുത്താൽ നമുക്ക് അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ 10ാമത്തെ, ചേച്ചി ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ചെയ്യുന്നുണ്ടല്ലോ, അത് ചേച്ചി പഠിച്ചിട്ടുണ്ടോ? അത് മെയിൻ പോയിന്റാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ മാനിഫെസ്റ്റേഷൻ യൂട്യൂബിൽ ഞാൻ ക്ലാസ് കേട്ട് തുടങ്ങി. ഞാൻ എന്നിലൂടെ തന്നെ എൻ്റെ ഫ്രണ്ട്സുകൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. അവർക്ക് ഈ ടിപ്പ് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം അവർക്ക് യൂസ്ഫുള്ളായി. അപ്പം ആ യൂസ്ഫുള്ളായത് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തു നോക്കിയത് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതിന് പല കമൻസും വരുന്നുണ്ട്. ചേച്ചിക്ക് ഞാനൊരു ലോട്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പല കമൻസും വന്നു. പക്ഷെ ആർക്കായാലും ഒരു തെറ്റ് പറ്റും നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ. അതൊന്നും കാര്യമാക്കാൻ പറ്റില്ല. തെറ്റ് പറ്റാത്ത മനുഷ്യരും ഇല്ല. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ഡീറ്റെയിൽസ് ആയി പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഞാൻ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയത് മാത്രമാണ് ഞാൻ വീഡിയോയായി നിങ്ങളുടെ മുന്നിൽ ഇടുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമുക്ക് QA ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ എല്ലാത്തിനും മറുപടി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതേപോലെ ഡൗട്ടുകൾ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്നും കൂടി കൂട്ടാക്കണം. ഇത്ര നേരം നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചു. അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നതിന് വലിയൊരു താങ്ക്സ്. പിന്നെ ഞാനൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് വൈകുന്നേരം 6 മണിക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു തടസ്സം ഇല്ലെങ്കിൽ നാളെ 6 മണിക്ക് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.